ഭക്തർക്കൊപ്പമെന്ന് ആവർത്തിച്ചു പറഞ്ഞ പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ അവരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭക്തരുടെ വിശ്വാസത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത പിണറായി വിജയൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. വിശ്വാസികളുടെ വികാരം സംസ്ഥാന സർക്കാർ കോടതി മുറിയിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ ചവിട്ടി മെതിക്കുകയായിരുന്നുവെന്നാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ഉമ്മൻചാണ്ടിയുടെ വിമർശനം. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുവതീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡ് നടത്തിയ മലക്കം മറിച്ചിൽ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇടതു സർക്കാരും മുഖ്യമന്ത്രിയും എന്ത് ആഗ്രഹിച്ചുവോ ദേവസ്വം ബോർഡ് അത് ശിരസാവഹിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് നടത്തിയ മലക്കം മറിച്ചിലിനെ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിശ്വാസികളോടൊപ്പം നിൽക്കേണ്ട ദേവസ്വം ബോർഡ് CPMന്റെ ചട്ടുകമായി മാറി. അവിശ്വാസികളുടെ അജണ്ടയാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടപ്പാക്കുന്നതെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി വിധി നടപ്പാക്കുകയെന്ന പുകമറ സൃഷ്ടിച്ച് സർക്കാർ കോടതി വിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. അവിശ്വാസികളെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് എത്തിക്കണമെന്നൊന്നും കോടതി വിധിയിലില്ല. സുപ്രീം കോടതിയിൽ നിന്ന് ഇനി എന്ത് വിധി വന്നാലും നടപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിധി ലഭിക്കാൻ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തി. ഇത് വീണ്ടും സംസ്ഥാനത്തെ സംഘർഷഭരിതമാക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇടതുഭരണം വിശ്വാസികൾക്ക് പുല്ലുവിലയാണ് നൽകുന്നത്. സുപ്രീം കോടതി വിധി വലിയൊരു വിഭാഗം ജനങ്ങളെ മുറിവേൽപ്പിച്ചു എന്നത് വസ്തുതയാണ്. UDF സർക്കാർ വിശ്വാസികളുടെ വികാരം ഉൾക്കൊണ്ട് നൽകിയ സത്യവാങ്മൂലം ബന്ധപ്പെട്ടവരോട് ആലോചിക്കാതെയാണ് ഇടതു സർക്കാർ മാറ്റിയത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കലല്ല, മറിച്ച് സമന്വയത്തിനുള്ള പാത കണ്ടെത്തുന്നതിലാണ് ഒരു സർക്കാരിന്റെ മികവെന്ന് ഉമ്മൻചാണ്ടി ഓർമ്മിപ്പിച്ചു. ശബരിമല വിഷയത്തിൽ ഭക്തർക്കൊപ്പമെന്ന് ഇടയ്ക്കിടെ ആവർത്തിച്ച സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞു. വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. തുല്യതയാണ് വിധിയുടെ അടിസ്ഥാനമെന്നും തൊട്ടുകൂടായ്മയല്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയെ അറിയിച്ചു. തന്ത്രിയുടെ വാദം വെറും വ്യാഖ്യാനം മാത്രമാണെന്നും അത് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ലെന്നും ജയദീപ് വാദിച്ചു. സമാന രീതിയിൽ സർക്കാരിനെ പിന്തുണച്ച് തന്നെയാണ് ദേവസ്വം ബോർഡ് അഭിഭാഷകനും നിലപാട് അറിയിച്ചത്. യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കാനാകില്ലെന്ന് ബോർഡിന് വേണ്ടി എത്തിയ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി പറഞ്ഞു. വ്യക്തിക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കാനാകില്ല. ആർത്തവമില്ലാതെ മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ല. എല്ലാ വ്യക്തികളും തുല്യരാണെന്നതാണ് മതത്തിന്റെ അടിസ്ഥാനം. യുവതികൾക്ക് പ്രവേശനം വിലക്കുന്നത് തുല്യനീതിയുടെ ലംഘനമാണെന്നും രാകേഷ് ദ്വിവേദി വാദിച്ചു. എന്നാൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. നേരത്തെ യുവതീ പ്രവേശനത്തെ നിങ്ങൾ എതിർത്തിരുന്നല്ലോ എന്നായിരുന്നു ജസ്റ്റിസിന്റെ ചോദ്യം. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.